ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ബാക്ക് ടു ഹോം ആണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സ് മാറി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ബസ് കോഴിക്കോട് വരെ കിട്ടണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രെയിൻ വരാനാണ്. ഇപ്പോൾ ഈ മഴയല്ലേ, നല്ല മഴയാന്ന് പറയുന്നത് തൃശ്ശൂർ. ഇവിടെ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞുണ്ട്. ഇന്നലെ ഒന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ മഴ കിട്ടി. റെയിൻ കോട്ടൊക്കെ എടുത്താ എടുത്തിട്ടുണ്ട്. അവരുടെ അവിടെ വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ അതിലാണ് താമസിക്കണേ. ഏർലി മോർണിംഗ് രാത്രിയാണല്ലോ, ഇരുട്ടാണല്ലോ. ഇരുട്ടായി ഞങ്ങക്ക് രാത്രിയാണെന്ന് അപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോർച്ചുകൊണ്ട് കുഴപ്പമില്ല, ഈ ബാക്ക് ചെയ്ത് ഈ മാളും ഇതുപോലെ കവറും ബാഗൊന്നും പിടിക്കാറില്ല കേട്ടോ. ഇപ്പൊ എന്തിനാ പിടിച്ചിരിക്കണേന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ കറക്കി അടിക്കാന്. ആരെങ്കിലും വരികയാണെങ്കിൽ കറക്കി അടിക്കാൻ വേണ്ടിട്ട്. ഷൂ എടുത്തിട്ടുണ്ട്, ഇവള് കവറിലിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബസ് കയറിട്ട് കാണാൻ ബാക്കി. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തി ഓരോ കഥകളും പറഞ്ഞിങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാലാണ് ബസ് വരുള്ളൂ. അതുവരെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു. കുഞ്ഞാറ്റ വയ്യേ, ഉറക്കം വരുന്നുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ ബസ്സിൽ കയറി നേരെ കിടന്നുറങ്ങി. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവള് കിടന്നുറങ്ങി. അപ്പോൾ ഞാനും കിടന്നുറങ്ങി. പക്ഷേ ഇടയ്ക്ക് എണീക്കും, കാരണം ഞങ്ങൾ ബാക്കിലാണ്, ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ വരുമ്പോൾ നല്ലപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ചാടും മുള്ളിയൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്ക് എണീക്കും. കണ്ണ് തുറക്കാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ വെറുതെ കണ്ണ് നോക്കിയിട്ട് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ നമ്മൾ കോഴിക്കോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പവും പത്തിരിയും പിന്നെ ചിക്കനിസ്റ്റും പിന്നെ വെജിറ്റബിളിസ്റ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നു. പിന്നെ രാവിലെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും കോഫിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കോഫിയും പിന്നെ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഓട്ടോയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കുകയാണ്, ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് വേണം ഗൈസ് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർക്ക് പോകാൻ. അപ്പൊ ഞങ്ങള് കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇപ്പൊ സമയം 8:10 വണ്ടിയുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. വെല്ലച്ചനും അച്ചും കൂടെ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി. ഞങ്ങളങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ നിന്നു. കുറേ നേരമല്ല, കുറച്ച് നേരം നിന്നുള്ളൂ. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്ന് നമുക്ക് സ്ലീപ്പറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ട്രെയിനിൽ കയറിയപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫസ്റ്റ് തന്നെ ഓടി കയറി മുകളിൽ പോയി ഇരുന്നു. ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ തിരക്കുണ്ടാവും, നിന്നിട്ട് പോകേണ്ട വരുന്നതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി. നേരെ കാണാൻ പറ്റില്ല. നമ്മൾ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ വെള്ളപ്പൊക്കം എന്നൊക്കെ കേട്ടാലോ. പക്ഷെ വെള്ളപ്പൊക്കം ഇവിടെ നമ്മള് തൃശ്ശൂര് വന്നതും കൊടും ചൂട്. അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും മാളൂന് ട്യൂഷൻ, പഠിപ്പ്, എക്സാം. മാളു നീ അങ്ങനെ വീടെത്തിയപ്പോൾ തന്നെ ഞാൻ ഓടിപ്പോയി കുക്കുവിൻ്റെ എടുത്തു. കാരണം കുക്കുവിന് നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് അവനെ കിട്ടിയപ്പോൾ ഞാൻ അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ ഉമ്മ വെച്ച്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നതായിരിക്കും.
പിന്നെ നമ്മുടെ മൂച്ചൂട്ടനും ഉണ്ടായിരുന്നു നല്ല വിഷമം, ഇവിടെ ആരില്ലാത്തതുകൊണ്ട്, ആരും മീൻസ് മമ്മ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ വന്നപ്പോൾ തന്നെ മമ്മ മൂച്ചൂട്ടനെയും പോയി തൊട്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനം കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.